എത്രാമത്തെ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇത് 90 വർഷത്തിന്റെ പാരമ്പര്യമാണ് ഈ പ്രസ്ഥാനത്തിനുള്ളത്. കലാനിലയം. എന്റെ അച്ഛൻ കലാനിലയം കൃഷ്ണൻ നായർ 1950 കാലഘട്ടങ്ങളിൽ തൊട്ട് ഇത് ഈ പ്രസ്ഥാനം തുടങ്ങിയതാണ്. 1950 കാലഘട്ടത്തിൽ അന്നത്തെ പ്രൊഫഷണൽ നാടകം പോലെ നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു ദിവസം ഒരു അങ്ങനെയായിരുന്നു. പക്ഷെ അന്നും ചരിത്ര നാടകങ്ങളും പുരാണ നാടകങ്ങളും മാത്രമേ കലാനിലയം ഇരുന്നുള്ളൂ. പക്ഷെ അതും മറ്റുള്ള പ്രൊഫഷണൽ നാടകങ്ങളെക്കാളും വ്യത്യസ്തമായിരുന്നു. കാരണം അതിലും സെറ്റിങ്സും ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിരുന്നു ചരിത്ര. അങ്ങനെ അതിൽ പ്രശസ്തമായ നാടകങ്ങളാണ് താജ്മഹൽ, ഇളയടത്ത് റാണി, ഉമ്മിണിത്തങ്ക, രാജാ ബിംബിസാർ, അങ്ങനെ കുറെ നാടകമുണ്ട്. 10-20 നാടകത്തോളം അന്ന് എടുത്തിട്ടുണ്ട്. അതിനുശേഷം 1963 ഈ സ്ഥിരം നാടകവേദി എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതായത് ഒരു സ്ഥലത്ത് തന്നെ 6-7 മാസം, ഒരു വർഷം 1.5 വർഷമൊക്കെ കളിക്കും ഒരേ സ്ഥലം കണ്ടിന്യൂസ് കുറെ നാടകം ഉണ്ടാവും. അങ്ങനെ 1963 തിരുവനന്തപുരത്ത് പുത്തിരിക്കണ്ടം മൈതാനിയിലാണ് ഇത് ആദ്യം ഈ സ്ഥിരം നാടകവേദി ആരംഭിച്ചത്. കാവാലം നാരായണ പണിക്കർ സാറിന്റെ അതാണ് ആദ്യം തുടങ്ങിയത്. അത് മലയാളം നാടകവേദിയിൽ അന്ന് വരെ കാണാത്ത ഒരു വലിയ പ്രത്യേകതകളായിരുന്നു അന്നത്തെ. അത് അത്ഭുതമായിരുന്നു. ഒരു എന്താ പറയാ, അന്നത്തെ ഒരു മാറ്റിമറിച്ചു ജനങ്ങളുടെ ആ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ സാധനം. അത് വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു എല്ലാ സ്ഥലത്തും. 150 പരം കലാകാരന്മാരും കലാകാരികളും സാങ്കേതിക വിദഗ്ധരുമായിരുന്നു അതിന്റെ പിന്നിലുള്ളായിരുന്നത്. ഒരേ സ്ഥലത്ത് തന്നെ 5, 6, 7, 1.5 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്നു. അതിന്റെ പ്രശസ്തമായ നാടകങ്ങളാണ് കായംകുളം കൊച്ചുണ്ണി, പിന്നെ കടമറ്റത്ത് കത്തനാര്, നാരദൻ കേരളത്തിൽ, ശ്രീ ഗുരുവായൂരപ്പൻ, രാമായണം, ജീസസ് ക്രൈസ്റ്റ്, നാരദൻ കേരളത്തിൽ, അങ്ങനെ ഇഷ്ടം കുറെ നാടകമുണ്ട്. അതില് 10-30 അതില് ഏറ്റവും പ്രശസ്തമായ 2 എണ്ണമാണ്. ഏറ്റവും കലാനിലയം ആദ്യം മനുഷ്യന്റെ മനസ്സിൽ വരുന്ന 2 നാടകങ്ങളാണ്. കടമറ്റത്ത് കത്തനാര്, കായംകുളം കൊച്ചുണ്ണി. കടമറ്റത്ത് കത്തനാര്, കായംകുളം കൊച്ചുണ്ണി. പിന്നെ ഏറ്റവും ജനപ്രിയമായ ആണ് രക്തരക്ഷസ്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു സിനിമ കാണുന്ന പ്രതീതികളാണ് കലാനിലയത്തിന്റെ നാടകങ്ങൾ. കണ്ടിട്ടുള്ളവർക്ക് അറിയാം. കാരണം ഒരു വിത്തിൻ സെക്കൻഡ്സിൽ സീനുകൾ മാറും. സിനിമ പോലെ വലിയ വലിയ സെറ്റിങ്സുകൾ, സ്റ്റേജിൽ തന്നെ പ്ലെയിൻ വരിക, കാറ് വരിക, ഇടിമിന്നൽ വരിക, മഴ പെയ്യുക, കടല് കാണിക്കുക, കൊട്ടാരം കാണിക്കുക, ഇതൊക്കെ വിത്തിൻ സെക്കൻഡ്സ് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അടുത്ത സീൻ വരും. അപ്പൊ അതിൽ ഏറ്റവും പ്രശസ്തമായ രക്തരക്ഷസ് എന്ന് പറഞ്ഞു. അച്ഛൻ അത് കണ്ടിന്യൂസ്. എന്റെ അമ്മയുടെ പേരാണ് കൊടുങ്ങൽ രമണിയം. അമ്മ ഇതിനകത്ത് അഭിനേത്രിയായിരുന്നു. അച്ഛന് കൂടെ സഹായിക്കാനുണ്ടായിരുന്നു. 1980 അച്ഛൻ മരിച്ചത്. അതിനുശേഷം ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. 2003 ഞാൻ അത് വീണ്ടും റിവൈവ് ചെയ്തു. അപ്പൊ എന്റെ കൂടെ നമ്മുടെ ജഗതി ചേട്ടൻ ഉണ്ടായിരുന്നു. കാരണം ജഗതി ചേട്ടന്റെ അച്ഛനാണ് ഈ നാടകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. ജഗതി ചേട്ടനും ചെറുപ്പകാലത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ജഗതി ചേട്ടനും റിവൈവ് ചെയ്തു. വീണ്ടും രക്തരക്ഷസ് അന്ന് 2003 വീണ്ടും ആരംഭിച്ചു. രക്തരക്ഷസ് ആരംഭിച്ചു. അത് കഴിഞ്ഞ് കടമറ്റത്ത് കത്തനാര് വന്നു, കായംകുളം കൊച്ചുണ്ണി വന്നു, നാരദൻ കേരളത്തിൽ അങ്ങ് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് പഴയതിനേക്കാളും രക്തരക്ഷസിനും കത്തനാരും ഒക്കെ മാറ്റം വരുത്തിയിട്ടാണ് വീണ്ടും അവതരിപ്പിച്ചത്. അതിന് ശേഷം ജഗതിച്ചേട്ടൻ ആക്സിഡന്റ് വരുന്നത് വരെ ജഗതിച്ചേട്ടൻ ഉണ്ടായിരുന്നു. ആക്സിഡന്റ് ആയതിനു ശേഷം പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് നടത്തിയത്. വീണ്ടും നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കോവിഡ് ഒക്കെ വന്നു. എല്ലാ മേഖലകളും സ്തംഭിച്ച പോലെ ഏറ്റവും കൂടുതൽ സ്തംഭിച്ചത് എന്റർടൈൻമെന്റ് ഫീൽഡിലാണല്ലോ. അങ്ങനെ ചെറിയൊരു വിരാമം വന്നു. പക്ഷെ ഇനി നമ്മൾ തുടങ്ങുമ്പോൾ ഒരു പുതിയ രൂപത്തിലായിരിക്കണം എന്നുള്ള ചിന്തയാണ് എന്നെ ഇതിനൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി. കാരണം കാലഘട്ടം മാറി. വലിയ സിനിമകൾ വരുന്ന കാലഘട്ടം, കുട്ടികളുടെ കയ്യിലുള്ള മൊബൈലിൽ പോലും ലോകത്തുള്ള എല്ലാ എന്റർടൈൻമെന്റ്സും കാണുന്ന കാലഘട്ടം അല്ലെ, മത്സരിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു മാറ്റം നമ്മുടെ നാടകത്തിലും അതിന്റെ മൊത്തത്തിലുള്ള ഘടനയിലും മാറ്റം വരുത്തണം, ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം എന്നുള്ള ചിന്തയാണ് ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കിയത്. അങ്ങനെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയപ്പോൾ ഇതിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്താണ് ഏരീസ് എന്ന് പറഞ്ഞ ഒരു വേൾഡ് ഫേമസ് ആയ ഇന്റർനാഷണൽ കമ്പനിയാണ്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഏരീസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ സോഹൻ റോയ് സാറുമായിട്ട് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്തു. ഇപ്പൊ കലാനിലയത്തിന്റെ പേര് ഏരീസ് കലാനിലയം എന്നാണ്. അപ്പൊ ഏരീസും കൂടി അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ പുതുതായിട്ട് കലാനിലയം വീണ്ടും പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിന് മൊത്തത്തിൽ മാറ്റങ്ങൾ വന്നു. അത് നാടകത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു. കാരണം അന്ന് എടുത്ത നാടകം അതേപോലെ അവതരിപ്പിച്ച പുതിയ തലമുറയ്ക്ക് അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ഇപ്പൊ കാലഘട്ടം മാറി. നമ്മളിപ്പോ ഒന്നാമത്തെ കാര്യം, മലയാളികൾക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ വളരെ മടിയാണ് ശരിക്കും പറഞ്ഞാൽ. നല്ലത് എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെ പുതിയ കാരണം ഇനി ഇത് അച്ഛൻ 1973 ഈ രക്തരക്ഷസ് ആദ്യമായിട്ട് എടുത്തത്.
52 വർഷം കഴിഞ്ഞു. 52 വർഷമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടകമാണ്. അപ്പൊ അതിന് വളരെ മാറ്റങ്ങൾ വരുന്നാൽ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അത് അത് ഇഷ്ടപ്പെടുകയുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഇതിന് വളരെയധികം മാറ്റങ്ങൾ വരുത്തി. കാരണം അതിനകത്ത് പഴയ കോമഡി സീൻസ് ഒക്കെ എടുത്തു കളഞ്ഞു. പിന്നെ ഇത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രക്തരക്ഷസ് 2 ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. ചാപ്റ്റർ 1, ചാപ്റ്റർ 2. അതും ഇന്ത്യയിൽ ആദ്യത്തെ ഒരു സംഭവമായിരിക്കും. ഈവൻ ലോകത്തിൽ ഒരു ആദ്യത്തെ സംഭവമായിരിക്കാം, എനിക്കറിയാം. 2.75 മണിക്കൂർ നാടകമുണ്ട്. അപ്പൊ ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇപ്പോൾ ചാപ്റ്റർ 1 ആണ് ഇപ്പൊ അവതരിപ്പിക്കുന്നത്. അത് മറ്റേ പണ്ട് അവതരിപ്പിച്ചേക്കാളും അതിന്റെ കോമഡി സീനൊക്കെ മാറ്റിയിട്ട് സെക്കൻഡ് പാർട്ടിന്റെയും കൂടി ലിങ്കുകൾ ഇപ്പൊ ഈ നാടകത്തിൽ ആഡ് ചെയ്തു. അപ്പോഴേ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഈ ചാപ്റ്റർ 1 സിനിമകൾ വരുന്നത്. അതും ഒരു പുതുമയായിരിക്കും. പിന്നെ ഈ കോർപ്പറേറ്റ് ഒരു നാടക കമ്പനി ഒരു കോർപ്പറേറ്റ് കമ്പനി ആയിട്ട് മാറുന്നതും ഇന്ത്യയിൽ ആദ്യത്തെ സംഭവമായിരിക്കാം. അപ്പൊ മൊത്തത്തിൽ നമുക്കൊരു കാരണം ഈ എല്ലാ മീഡിയയും വളരെയധികം അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഒട്ടും അഡ്വാൻസ്ഡ് ആവാത്തൊരു മേഖല എന്ന് പറയുന്ന നാടകമാണ്. നമ്മുടെ മീഡിയ മാസ് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യും. അതിന് പുതുമകൾ വന്നാൽ മാത്രമേ പുതിയ തലമുറയുള്ള ഒരു മാസ് ഓഡിയൻസിനെ നമുക്ക് അട്രാക്ട് ചെയ്താൽ മാത്രമേ ആ മീഡിയ വലുതാവുള്ളൂ. ആ ഒരു കാഴ്ചപ്പാട് കൂടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയത്. അപ്പൊ നമ്മളെ ഇപ്പൊ ഇത് ക്രിയേറ്റീവ് ഡയറക്ടർ ഞാനാണ്. അച്ഛനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മാറ്റങ്ങൾ വരുത്തി അതിന്റെ മാറ്റങ്ങൾ ഞാൻ വരുത്തി ആണ് ഇപ്പൊ അവതരിപ്പിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി പഴയ തലമുറക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇത് എന്താ പറയാ അത്ഭുതമായിരിക്കുകയും വേണം. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു ചേഞ്ച് ആണ് ഇതിനകത്ത് വരുത്തിയത്. പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും എന്ന രീതിയിലാണ് ഇപ്പൊ ചിട്ടപ്പെടുത്തിയത്. അത് വലിയൊരു ചലഞ്ചായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് 2 തലമുറകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നത്. അത് ഇത് കാണുന്ന ആൾക്കാർ കാണാൻ പറ്റും. കാരണം ഇന്നത്തെ കാലത്ത് സിനിമകൾക്ക് പോലും വളരെയധികം ഇതായിരുന്ന കാലഘട്ടത്തില് അങ്ങനെ കാലഘട്ടത്തില് ഇത്രയും 52 വർഷം പഴക്കമുള്ള ഒരു നാടകം കാണാൻ ഇത്രയും ആൾക്കാർ വരിക എന്ന് പറയുന്നത് വലിയൊരു ദൈവാനുഗ്രഹമാണ് സത്യം പറഞ്ഞാൽ. അത് അതിന്റെ ഒരു കലയോടുള്ള സ്നേഹം, അതിന്റെ ആ ഒരു കലാനിലയം എന്നുള്ള ഒരു വിശ്വാസം, നാടകത്തിന്റെ ഒരു അത്ഭുതം. അപ്പൊ അത് നമുക്ക് നിലനിർത്താൻ പറ്റി. അച്ഛനും അമ്മയും കൂടി തുടർന്നു ആ ചെയ്ത കാര്യങ്ങൾ ഇന്നും നമുക്ക് തുടർന്ന് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ് സത്യം. എന്റെ ഫാമിലിന്ന് ആരുമില്ല. ഇല്ലില്ല. എന്റെ മകള് ആക്ച്വലി എന്റെ മകള് പ്രൊഫസറാണ്. നമ്മൾ കഴിഞ്ഞും കൂടെ പ്രൊഫസറാണ്. പക്ഷെ അവള് ഈ ഫീൽഡിലാണ്. അതായത് എന്റെ അച്ഛന്റെ കലാനിലയം കൃഷ്ണനായർ ഫൗണ്ടേഷൻ ഉണ്ട്. അത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന ജോൺ പോൾ സാറായിരുന്നു. നമ്മുടെ മരിച്ചുപോയില്ലേ സിനിമ. അപ്പൊ അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ മോളാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ഫൗണ്ടേഷനിൽ കൂടെ കലാനിലയം കൃഷ്ണനായർ ഫൗണ്ടേഷനിൽ കൂടെ നമ്മൾ ചെയ്യുന്നത് പുതിയ തരത്തിലുള്ള ഇപ്പൊ എന്താ പറയാ എക്സ്പെരിമെന്റ് തിയേറ്റർ. അതിനകത്ത് നാടകങ്ങൾ നമ്മൾ പ്രൊഡക്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഹിഡുംബി, ഞാൻ എന്നൊക്കെ ആ വക നാടകങ്ങളൊക്കെ മോളാണ് അഭിനയിക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ നമ്മുടെ തിയേറ്റർ വർക്ക്ഷോപ്പുകളുണ്ട്. പിന്നെ മോട്ടിവേഷൻ ക്ലാസ്സസ് ഉണ്ട്. കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് അതിന്റെ പിന്നിൽ. അതിന്റെ കാര്യങ്ങളൊക്കെ അവളാണ് മോളാണ്. നമുക്കിപ്പം മൊത്തം 120 മൊത്തം ആൾക്കാരുണ്ട് ഇതിനകത്ത്. അഭിനയിക്കുന്നവരും ടെക്നിക്കൽ സ്റ്റാഫ്സും എല്ലാവരും. നമുക്ക് ടെക്നിക്കൽ സ്റ്റാഫ്സ് ആണ് കൂടുതൽ വേണ്ടത്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് പണ്ട് നമ്മള് സെറ്റ് വരച്ച് കാണിച്ച സെറ്റാണ് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ 3D സെറ്റുകൾ വളരെയധികം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നു. നിങ്ങൾ പണ്ട് നമ്മള് പ്ലെയിൻ സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ പ്രേക്ഷകർ തലയുടെ മുകളിൽ കൂടെ പ്ലെയിൻ വന്ന് ലാൻഡ് ചെയ്യും. കാരണം കാലം മാറിയില്ലേ. അങ്ങനെയൊക്കെ കാണിച്ചു. കാരണം വിഷ്വല് കണ്ടമാനം മാറ്റം വരുത്തിയിട്ടുണ്ടാവും. കാരണം ഇപ്പൊ സിനിമ കണ്ടാലും ആൾക്കാർ ആദ്യമാണ് അതിന്റെ വിഷ്വൽ ഭംഗി, അല്ലെ? വിഷ്വൽ ഭംഗി, ശബ്ദം. ഏറ്റവും വലിയ കാര്യമാണ് ശബ്ദം. ഇത് 7.1 ആണ് നമ്മൾ ശബ്ദം ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു സിനിമാ തിയേറ്ററിൽ ലൈവ് സിനിമാ തിയേറ്ററിൽ ഇരുന്നൊരു ലൈവ് സിനിമ കാണുന്നൊരു എഫക്റ്റ് ആണ് നമ്മുടെ നാളത്തെ തിയേറ്ററിൽ ഇത് കാണുന്നത്. അപ്പൊ ആ ഒരു ഭയങ്കര വ്യത്യാസങ്ങൾ നമ്മൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അത് പണ്ടും അച്ഛൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്, അച്ഛനമ്മയൊക്കെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ കാലഘട്ടത്തിനകത്തുള്ള മാറ്റങ്ങൾ ഇതിനകത്ത് നമ്മൾ വളരെയധികം മാറ്റം വരുത്തി. കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ്? അല്ല, ഇപ്പൊ നല്ലൊരു അഭിപ്രായം ഉള്ളതുകൊണ്ടാണല്ലോ ഇന്നത്തെ ഇതിപ്പോ ഇത്ര അഞ്ചാമത്തെ ക്യാമ്പാണിത്. എല്ലാ സ്ഥലത്തും നല്ലൊരു സ്വീകരണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ 1 മാസം ഉണ്ടാവും. പക്ഷെ ഇതിന്റെയൊക്കെ നമുക്കുള്ള പ്രശ്നം ഇതിന്റെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വളരെ ഭയങ്കരമാണ്. അപ്പൊ ഒരു ലാഭത്തിലേക്ക് വരിക എന്ന് പറഞ്ഞത് ഇപ്പൊ ഒന്നും ആയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു 120 പേർക്ക് ജീവിതമാർഗമുണ്ട്. കലാകാരന്മാർക്കും കലാകാരികൾക്കും ടെക്നീഷ്യന്മാർക്കും കാര്യമല്ലേ. അപ്പൊ അത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കാലത്ത് അറിയാം. ഒരു 5 പേരെ വെച്ചൊരു പ്രൊഫഷണൽ നാടകം നടത്തിക്കൊണ്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ട് അല്ലേ. ആ കാലഘട്ടത്തിലാണ് നമ്മൾ 120 പേരെയും വെച്ചിട്ട് ഒരു സ്ഥലത്ത് ഇത്രയും നിങ്ങൾ സിനിമാ തിയേറ്റർ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി.
കാരണം നാടകം വെറുതെ നാടകം കളിച്ചാൽ മാത്രം പോരാ, അവരുടെ അവിടേക്ക് ആൾക്കാർ എത്തണമെങ്കിൽ അതിനുള്ളൊരു സെറ്റ് നമ്മൾ ഉണ്ടാക്കണം, വ്യത്യസ്തത ഉണ്ടാകണം. എന്നാൽ മാത്രമേ പുതിയ കുട്ടികൾക്ക് ഇന്നത്തെ കാലഘട്ടം മാറി, വളരെയധികം മാറി. ഒരു എല്ലാം നമ്മളൊരു എന്താ പറയാ മത്സരം ആണ് എല്ലാ ഫീൽഡിലും. അതെ, എല്ലാ ഫീൽഡിലും ഭയങ്കര മത്സരമല്ലേ. അത് എന്റർടൈൻമെന്റ് ഇപ്പൊ സിനിമകളായാലും മറ്റുള്ള കലാരൂപങ്ങളൊക്കെ നമ്മൾ ആ മത്സരത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞത്, വിജയിപ്പിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞതും വലിയൊരു ടാസ്ക്കാണ്. പക്ഷെ നമുക്ക് ദൈവം സഹായിച്ച് ഈ കലാനിലയം എന്നൊരു ബ്രാൻഡ് മലയാളികളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്നത് വലിയൊരു. കാരണം ഒരു ബിസിനസ് അല്ലെങ്കിൽ ഏതൊരു പ്രസ്ഥാനമായാലും വിജയിപ്പിച്ചു കൊണ്ടുവരാൻ ഏറ്റവും വലിയ കൂടുതൽ പൈസ ചെലവാക്കേണ്ടതും ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളതാണ് ബ്രാൻഡിങ് എന്ന് പറഞ്ഞ സാധനം അല്ലേ. ഒരു ബിസിനസ് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് ഏറ്റവും കുറവ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതും ബ്രാൻഡിങ്ങിനാണ്. കാരണം എവിടെ ചെന്നാലും കലാനിലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. പിന്നെ അതേപോലെ നമ്മുടെ നാടകത്തിൽ നിന്നാണ് പണ്ടത്തെ കാലത്ത് നമ്മുടെ കലാനിലയം സിനിമയിലേക്ക് ഒരു ചവിട്ടുപടിയായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ അച്ഛനൊക്കെ ഉള്ള കാലത്ത് സിനിമയെക്കാളും അഡ്വാൻസ്ഡ് ആയിരുന്നു കലാനിലയം. സിനിമാസ്കോപ്പ് ഇറങ്ങുന്നതിന് മുമ്പാണ് നമ്മൾ ഡ്രാമാസ്കോപ്പ് കൊണ്ടുവന്നത്. ഡ്രാമാസ്കോപ്പ് ആയിരുന്നു. ഇവിടുന്ന് എത്രയോ സിനിമ, ഇപ്പൊ ലാസ്റ്റ് സിനിമയിലേക്ക് പോയാണ് നമ്മുടെ കോട്ടയം രമേശ്, അയ്യപ്പനും കോശിയിലൊക്കെ അഭിനയിച്ച ഇവിടുന്ന് ലാസ്റ്റ് പോയ. പണ്ട് ഇവിടുന്ന് എത്രയോ പേര് പോയി. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ജഗദീശ്, മീന ചേച്ചി, കടുവ, എന്താ പറയാ CI പോള്, കടമറ്റത്ത് കത്തനാരായിട്ട് അഭിനയിച്ചാണ് CI പോളങ്ങള്, അദ്ദേഹം ഇവിടുന്ന പോയത്. അങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി. എനിക്ക് മീന ചേച്ചിയൊക്കെ ഇവിടെ സിനിമയിലേക്ക്. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയോട് നമുക്ക് പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് സിനിമയിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള കുട്ടികൾ അറ്റ്ലീസ്റ്റ് ഒരു നാടകത്തിൽ അഭിനയിച്ചിരിക്കണം. ഈ നാടകത്തിൽ അഭിനയിക്കുമ്പോഴാണ് അതിന്റെ വ്യത്യസ്തം. ഇപ്പൊ നമ്മൾ സിനിമയിലുള്ള ആൾക്കാരുടെ അഭിനയത്തിൽ തന്നെ പ്രത്യേകത നമുക്ക് അറിഞ്ഞൂടെ. നാടകത്തിൽ നിന്ന് വന്ന ആൾക്കാരുടെ അഭിനയം നമുക്ക് അറിയൂ. വിജയരാഘവൻ, നെടുമണി സാറ്, തിലകൻ സാറ്, സായ് കുമാർ, എന്തിനും മുകേഷ് പോലും. നമ്മള് എന്താ പറയാ, വേറെ എത്രയോ പേര് നാടകത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ആ വെറ്റ്മുരളി അല്ലേ, അവരുടെയൊക്കെ അഭിനയം കണ്ടിട്ടില്ലേ. കാരണം അവർക്ക് മറ്റവർക്കൊക്കെ പ്രോംപ്റ്റ് ചെയ്യണമല്ലോ, ഇതൊക്കെ പ്രോംപ്റ്റ് ചെയ്യണ്ട. ആ ഡയലോഗ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പഠിക്കും. പെട്ടെന്ന് അവർക്ക് കഥാപാത്രമായിട്ട് രൂപാന്തരം മാറാനുള്ള ഒരു കഴിവുണ്ട് അവർക്ക്. അപ്പൊ ഇന്നത്തെ കാലത്ത് കുട്ടികളോട് ഞാൻ എപ്പോഴും പറയുന്നത്, കലാനിലയം എന്നല്ല ഞാൻ പറഞ്ഞത്, എവിടെയായാലും നാടകത്തിന്റെ ഒരു ബേസ് ഏറ്റവും നല്ലതാണ്, എപ്പോഴും വേണം. കാരണം നമ്മളിപ്പോ കേരളത്തിൽ മാത്രമാണ് അത് നാടകം എന്ന് പറയുന്നത് എന്താന്ന് ഒരു ആൾക്കാർക്ക് അത്ര പുതിയ തലമുറയ്ക്ക് ഇതുപോലെയാണ്. പക്ഷെ നമുക്കിവിടെ പുതിയ എല്ലാ കുട്ടികളും വരുന്നുണ്ട്. ബോംബെയിലൊക്കെ നോക്കും, വലിയ വലിയ സിനിമാ താരങ്ങളൊക്കെ നാടകക്കാരാ. അമരീഷ് പുരി, ഓംപുരി, ഷബനാസ് പി, അനുപം കേർ, എത്ര നടന്മാരാണ് അവിടെ നാടകത്തിൽ നിന്നാണ് അവരൊക്കെ വരുന്നത്. അവരൊക്കെ ബേസ് നാടകമാണ്. എല്ലാ കലയുടെയും ബേസ് നാടകമാണ്. നമ്മുടെ ജീവിതത്തിലെ പോലും നാടകമാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളെല്ലാ ദിവസവും നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അഭിനയമല്ലേ. നമ്മുടെ ഓരോ രംഗങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. നാടകം ആ ക്ലൈമാക്സ് എത്തുമ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ ഇതാവുന്നത്. അപ്പൊ നാടകം നമ്മുടെ ലൈഫിലായാലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാത്തിനും നാടകമുണ്ട്. ആ നാടകം അത്രയും. ഇപ്പൊ നമ്മൾ കഥകളി നാടകമുണ്ട്, തിയേറ്ററാണ് അതിനകത്തുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഥകളിയിലുള്ളത്. അപ്പൊ നാടകം ബേസ് ഏതൊരു കലാകാരനും സിനിമയിലേക്ക് പോകുമ്പോൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും കുറച്ചു കാലെങ്കിലും നാടകത്തിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് അവർക്ക്. റോഷൻ മാത്യു, പുള്ളി നാടകത്തില് ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്. പിന്നെ എന്താ പറയാ ദർശന, ഇവരൊക്കെ നാടകം കാണാൻ വന്നിരുന്നു. നാടകം എപ്പോഴും ലൈഫിലും നമ്മുടെ ഇതിലൊക്കെ നാടകം എന്ന് പറഞ്ഞപ്പോൾ പുതിയ കുട്ടികളോട് ഞാൻ ഇവിടെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നാടകം എല്ലാ ദിവസവും രാവിലെ കുട്ടികൾക്ക് ഷോ, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ഷോ നടത്താറില്ല, സ്പെഷ്യൽ ഷോ ഉണ്ടാവാറ്. ഇവിടെ ആയിട്ടില്ല. ഇപ്പൊ എക്സാം കഴിഞ്ഞല്ലോ, വെക്കേഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെയും നോക്കും അത്. അപ്പൊ അവർക്ക് നമ്മള് കുട്ടികളെയും കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടകം എന്താണെന്ന് മനസ്സിലാക്കാൻ. ചിലപ്പോൾ അവരുടെ മനസ്സിലാകൂടിയുള്ളത് ഈ മറ്റുള്ള നാടകങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ടെക്നിക്കലി ആയിട്ട് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടൊരു നാടകം ഇത്രയും വർഷമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കണം. ഈ നാടകത്തിന്റെ പ്രത്യേകത എന്താണ്? നാടകം നമ്മുടെ ആ കുട്ടികളുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇമോഷൻസ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താ? കുട്ടികൾ അവരുടെ ഇമോഷൻസ് പുറത്ത് പറയുന്നില്ല. അതുകൊണ്ടാണ് അവര് പല പല രൂപത്തിലും പല ഇതിലേക്ക് പോകും. നമ്മുടെ ഇമോഷൻസ്, നാടകം ഏറ്റവും നല്ലതാണ്. ഇമോഷൻസ് പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം. അപ്പൊ കുട്ടികൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്തെങ്കിലും ചെറിയ ഞാൻ അച്ഛന്റെ ഫൗണ്ടേഷനിൽ നമ്മള് മോളും എന്റെ വൈഫും ഉണ്ട്. വൈഫ് ഭാരതീയ വിദ്യാഭ്യാസ പ്രിൻസിപ്പളാണ്.
നമ്മള് ആ തിയേറ്ററിൽ കൂടെ എങ്ങനെ സബ്ജക്ട് പഠിപ്പിക്കാൻ പറ്റും. കുട്ടികൾക്ക് ഇപ്പൊ നമ്മള് മുഗൾ ചക്രവർത്തി പറ്റി പറയുമ്പോ അതൊരു ഒരു സ്കിറ്റായിട്ട് അവതരിപ്പിച്ച് കുട്ടികളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറും. ഇപ്പൊ ബയോളജിയും പഠിപ്പിക്കാൻ പറ്റും, മാത്സും പഠിപ്പിക്കാൻ പറ്റും തിയേറ്ററിൽ കൂടെ. അപ്പൊ അങ്ങനെ ഞങ്ങളൊരു കരിക്കുലം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ വൈഫും മോളും കൂടി അങ്ങനെ ഒരു കരിക്കുലം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നമ്മൾ ഈ കോവിഡ് സമയത്താണ് അത് പ്ലാൻ ചെയ്തത്. അത് കുറെ സ്കൂളുകളിൽ നമ്മളത് ചെയ്തു. വളരെ എഫക്റ്റീവാണ്. കാരണം നമ്മളൊരു പിക്ചർ കണ്ടിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആവില്ലേ. അത് നമ്മളൊരു മാത്സ് ആയാലും ബയോളജി ആയാലും കെമിസ്ട്രി ആയാലും ഒക്കെ നമുക്കൊരു നാടകത്തിൽ കൂടെ പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ കുട്ടികൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ ഒരു ഇതും ഞങ്ങളുടെ അച്ഛന്റെ ഫൗണ്ടേഷനിൽ കൂടെ നമ്മളത് ചെയ്യുന്നുണ്ട്. കാരണം പുതിയ തലമുറയും കൊച്ചു കുട്ടികളിൽ കൂടിയാണ് ഇത് വളരേണ്ടത്. അപ്പൊ എന്താ ഈ തിയേറ്ററിൽ വരുമ്പോ മറ്റുള്ള ആക്ടിവിറ്റീസിലേക്ക് ഇവർക്ക് പോകാൻ സമയം കിട്ടില്ല, അവർ ചിന്തിക്കൂല അല്ലെ. ഈ പണ്ടത്തെ കാലത്ത് വലിയ വലിയ യുദ്ധങ്ങൾ ഉള്ള സമയത്ത് പോലും അവിടെ കലാപ്രവർത്തനങ്ങൾ നടത്തും. അവർ വലിയ അതല്ലേ. അപ്പൊ അതേപോലെ നമുക്കിവിടെ ഈ കുട്ടികളിൽ കൂടുതൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എഫക്റ്റീവാണ്, ഭയങ്കരമായിട്ട്. അപ്പൊ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തില്ല. അവർ ഈ കലാപ്രവർത്തനങ്ങൾ വേണം, എല്ലാ സ്കൂളുകളിലും വേണം എന്നാണ് ഞാൻ പറയുന്നത്. സാമൂഹ്യ മാറ്റങ്ങൾ നിങ്ങൾക്കറിയാലോ, പണ്ടൊക്കെ ചാനലൊന്നും ഇല്ലല്ലോ. അന്ന് സാമൂഹ്യ എന്താ പറയാ സാമൂഹിക കാര്യങ്ങൾ നാടകത്തിൽ കൂടിയാണ് വന്നിരുന്നുണ്ട് അല്ലെ. KPSC അന്നത്തെ കാലത്ത് സാമൂഹ്യ പരിഷ്കാരത്തിന് അതായത് നാടകമാണ് ഉപാധിയായി അവര് ടൂളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത്. നാടകം വലിയൊരു നമുക്കതിനെ പറ്റി പറയണേ വലിയ എനിക്ക് അത്രയും ആധികാരികമായിട്ട് പറയാനുള്ള ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളിത് കൂടെ കണ്ടിട്ടും കേട്ടിട്ടുള്ള പരിചയം മാത്രമല്ല. പക്ഷെ അത് വളരെ എഫക്റ്റീവായിട്ടൊരു ടൂളാണ് തിയേറ്റർ എന്ന് പറഞ്ഞത്. വളരെ വലിയ എഫക്റ്റീവായൊരു ടൂളാണത്. അത് വേണ്ട വിധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് പുതിയ തലമുറ മാറിക്കിട്ടും. സർക്കാർ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവര് നാടകത്തിന് വേണ്ടി ദൂരം പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കലാകാരന്മാർക്ക് പ്ലാനിങ് അല്ലേ. കലാകാരൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥിരം നാടകയാണ്. രാവിലെ വണ്ടി വരും അഭിനയിക്കുക, തിരിച്ചവരെ വണ്ടിയിൽ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്, വീടിന്റെ ബോട്ടുകൾ എടുത്തിട്ടുണ്ട്, മറ്റുള്ള നാടകം ദൂരം കഷ്ടപ്പെടുന്നുണ്ട്. ഇന്ന് ഈ അമ്പലപ്പറമ്പിലാണെങ്കിൽ കൊട്ടാരക്കര കൊല്ലം അമ്പലപ്പറമ്പിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എവിടെ വേണ്ടത് കോഴിക്കോടായിരിക്കും. എത്ര കഷ്ടപ്പാട്. പണ്ട് നമ്മുടെ ആളാണെന്ന് വരും. എന്റെ അമ്മയൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഒരു വിശ്വാസമില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു കലാകാരന് ഞാനൊരു നടനാണ്, ഇതിൽ നടിയാണെന്ന് തുറന്ന് പറയാനുള്ള ഒരു ആർജവം കിട്ടണമെങ്കിൽ അവർ നിൽക്കുന്ന മീഡിയയ്ക്ക് അവർക്ക് വിശ്വാസം വരണം. നാടകം ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? അമ്പലപ്പറമ്പ് അല്ലെ. വിശേഷമുള്ള സമയങ്ങളാണ് അവർക്ക് ആഘോഷിക്കുന്ന ഒരു അവസരമാണ്. നാടകമില്ല അവർക്ക്. അതൊരു സീസണെയാണ് അവർ ആ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സീസണാണ്. ദൂരം കഷ്ടപ്പാടാണ് അവരെ സംബന്ധിച്ചുള്ളത്. ആ മേഖലയ്ക്ക് ഒരു ശക്തി കൊടുക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഇതാണ്. അതേപോലെ അത് വളരെയധികം അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ പ്രതീക്ഷ എപ്പോഴുണ്ടല്ലോ. ഈ പ്രതീക്ഷ കുറെ കാര്യങ്ങൾ ചെയ്യണം, അത് അവർ ചെയ്യണം. കാരണം നാടകം എന്ന് പറയുന്നതിനൊരു വാല്യൂ കൊടുക്കണം. പറയുമ്പോ എല്ലാവരും പറയും, ഭയങ്കര അഭിപ്രായങ്ങൾ വരും. അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ളത് നമുക്ക് സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് നോക്കൂ. അവർക്ക് കൊടുക്കുന്ന അവാർഡ് തുക, സിനിമ ഒരു ഏറ്റവും നല്ല സിനിമാ നടന് കൊടുക്കുന്ന അവാർഡ് തുക എത്രയാണ്? ഏറ്റവും നല്ല നാടക നടന് കൊടുക്കുന്ന അവാർഡ് തുക എത്രയാണ്? ശരിയല്ലേ? ഇവിടെ ഒരു സിനിമയുടെ ആഘോഷങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ദൂരെ പൈസ ലാകും. ഒരു പ്രൊഫഷണൽ നാടക മത്സരത്തിനും അതിന്റെ ഒരു ആഘോഷത്തിനും എത്ര ദൂരം. അപ്പൊ
അപ്പൊ എന്ത് പറ്റും? പുതിയ തലമുറയിലേക്ക് വരില്ല, അതിന് ക്ഷാമില്ല, ഈ മേഖലയ്ക്ക് ക്ഷാമില്ല. നമുക്ക് ആ മേഖലയ്ക്ക് ക്ഷാമുണ്ടാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെയൊക്കെ അഭിനയിക്കുന്ന എല്ലാവരും മെയിനായിട്ട് അഭിനയിക്കുന്ന കുട്ടികളൊക്കെ ചാർട്ടേഡ് അക്കൗണ്ട്, പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്, പിന്നെ എല്ലാം നല്ല നല്ല വിദ്യാഭ്യാസ സമ്പന്നരാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത്. നമ്മൾ അങ്ങനെ വിദ്യാഭ്യാസമുള്ള ഒരു തലമുറ നാടകത്തിലേക്ക് വരണം. അപ്പോൾ നാടകം വീണ്ടും 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 മുന്നിലേക്ക് വരും. പുതിയ മറ്റുള്ള കുട്ടികൾക്ക് ഇവരുടെ ഇത് കണ്ടിട്ട് വീണ്ടും അവർക്ക് വരാനുള്ള താല്പര്യം വരണം. ഇപ്പൊ താങ്കളുടെ ആയാലും നമ്മൾ മറ്റു കുട്ടികളെ എങ്ങനെ ഐറ്റിയിലേക്ക് വിടണം, അതാ ക്ഷാമം കണ്ടിട്ടല്ലേ. അതിന് കിട്ടുന്ന ആ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു പൈസ മാത്രമല്ല, ആ സൊസൈറ്റിയിൽ കിട്ടുന്ന വാല്യൂ. എന്താ ചെയ്യണേ? ഞാൻ നാടകത്തിൽ ഇരിക്കട്ടെ. ഇല്ലേ? സിനിമയിലാണെങ്കിലോ അത് മാറണം, അത് സമൂഹത്തിന് മാറണം. ശരിയല്ലേ? ആ സമൂഹത്തിനും മാറ്റം വരണം. അവരോടുള്ള അപ്രോച്ച് ഒരു ഇപ്പൊ നിങ്ങൾ എത്രയോ ആൾക്കാരെ സിനിമയ്ക്ക് കട ഉദ്ഘാടനം ചെയ്യാനൊക്കെ സിനിമാ താരങ്ങളില്ലേ? ഏറ്റവും നല്ല നടന അവാർഡ് കിട്ടിയ ഒരു നടനെ സിനിമ ഒരു കട എങ്ങനെ പിടിച്ചിട്ടുണ്ടോ? അപ്പൊ ഒരു ഏറ്റവും നല്ല നടന അവാർഡ് കിട്ടിയ നടനെ കൊണ്ട്, സംസ്ഥാന അവാർഡ് ജേതാവിനെ കൊണ്ട് കട ഉദ്ഘാടനം ചെയ്യും. അവനൊരു 15,000 20,000 കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്തോരം ഉപകാരമാവും അത്, അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കണം. ആ മാറ്റി മറിഞ്ഞു. ഇപ്പൊ ഇവിടെ വരുമ്പോ നമ്മൾ ഇവിടുത്തെ ഒരു ഏറ്റവും നല്ലൊരു കലാകാരനെ കൊണ്ടായിരിക്കണം. ഇവിടുത്തെ ഇപ്പൊ കൊല്ലത്ത് എത്രയോ കലാകാരന്മാരുണ്ടല്ലേ? ഇവിടുത്തെ കട ഉദ്ഘാടനം ചെയ്യാൻ അയാളെ വിളിച്ചു കഴിഞ്ഞാല് എന്ത് ഉപകാരമായിരിക്കും അവരെ സംബന്ധിച്ചിട്ടുള്ളത്? അത് തന്നെയാണത്. നമ്മളെന്താണ്, നമ്മള് എന്താ പറയാ, നമ്മുടെ ഈ ഒരു ജീവിതം എന്ന് പറയാ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് രാവിലെ എണീക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. അതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് നമുക്ക് ഇത്തരം നല്ല പ്രവർത്തികൾ ചെയ്യാൻ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അവരെയും കൂടി നെഞ്ചോട് ചേർത്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് കലാകാരന്മാരെ ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ. അത് നാടകത്തിന് ഈ നാടകം മരിച്ചു എന്നൊക്കെ പറയുന്നത് വെറും അബദ്ധമാണ് ശരിക്കും പറഞ്ഞാൽ. കാലഘട്ടങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയുള്ള പുതിയ പുതിയ പ്രമേയങ്ങൾ വരുത്തി നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്നും നാടകത്തിന് ആൾക്കാരുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ 52 വർഷം കഴിഞ്ഞ നാടകമാണ് ഇന്നും ആൾക്കാരുണ്ട്. 10-60 വർഷത്തിന് മുമ്പ് എടുത്ത കടമറ്റത്ത് കത്തനാര് കാണാൻ ഇപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കോവിഡിന് മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഈ ഐതിഹ്യമാലയിലുള്ള വളരെ ചെറിയൊരു സംഭവമാണ് ഈ കടമറ്റത്ത് കത്തനാരും കായങ്ങളും കൊച്ചുന്നു. അത് അച്ഛനാണ് ആദ്യമായിട്ട് ഇത് വേദിയിൽ അവതരിപ്പിച്ച് നാടകത്തിന്റെ വിജയസാധ്യത കണ്ടിട്ടാണ് പിന്നെ സിനിമക്കാർ വന്നത്. ഇപ്പൊ അത് വീണ്ടും കടമറ്റത്ത് കത്തനാർ വീണ്ടും വരുന്നു. അപ്പൊ 1960 കാലഘട്ടത്തിലത്തെ കലാമല എടുത്ത കടമറ്റത്ത് കത്തനാരാണ് ഇപ്പൊ വീണ്ടും സിനിമയായിട്ട് വരുന്നത്. കഥയ്ക്ക് മാറ്റല്ലേ, ഞാൻ പറഞ്ഞ അതിന്റെ കമേഴ്ഷ്യൽ ആസ്പെക്ട്, അതിന്റെ വിജയ സാധ്യത അച്ഛനാണ് കണ്ടത്. കായങ്ങളും കൊച്ചുണ്ണിയായാലും അത് അച്ഛൻ എല്ലാവരും പറയും അച്ഛൻ വല്ല വിദേശ രാജ്യത്താണ് ജീവിക്കണമെങ്കിൽ ഇപ്പൊ ഷേക്സ്പിയർ പോലെ വലിയ മഹാനായിട്ട് അവിടെ കൊണ്ടാടിയനെ. ഇവിടെ ചർച്ച മറ്റുള്ള വലിയ വലിയ നാടകത്തിന്റെ ചർച്ചകളിലും മറ്റേതൊന്നും കലാനിലയത്തിനെ പറ്റി, കലാനിലയം കൃഷ്ണനാരെ പറ്റി ആരും പറയില്ല. പക്ഷെ അച്ഛൻ തെണ്ടിത്തിരിഞ്ഞ് കുത്തുവാള എടുത്ത് നടന്നിരുന്നെങ്കിൽ മഹാനായനെ. ഗോപാലകൃഷ്ണ സിനിമയും രണ്ടും വേണം. പക്ഷെ നമുക്ക് എന്നും കാണാൻ നമുക്ക് എപ്പോഴും തോന്നുന്നത് ടി വി വെച്ച് ഏതും സിനിമ കാണാൻ ഏതാ തോന്നുന്നത്? പ്രിയസിന്റെ സിനിമയെ കാണാൻ. കാരണം എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജീവിതത്തിന്റെ പല പല മേഖലയിൽ പോയി പല പല പ്രശ്നങ്ങളിൽ കൂടെ വന്ന് വൈകുന്നേരം വന്ന് 2.5 മണിക്കൂർ നമ്മുടെ നാടകം കാണുമ്പോൾ അവർക്ക് ഇവിടെ നമ്മുടെ നാടകത്തെ പ്രത്യേകത അച്ഛൻ, അമ്മ, അമ്മൂമ്മ, മുത്തശ്ശി, അപ്പൂപ്പൻ, കൊച്ചു പേരക്കുട്ടി ഒക്കെ കാണാവുന്ന അവർക്ക് ആസ്വദിക്കാവുന്ന രീതിയിലാണ് അച്ഛൻ നാടകം ഒരുക്കിയിട്ടുള്ളത്. എന്റെ കാലം കഴിഞ്ഞു എന്റെ മകന് ഈ രക്തരക്ഷസായും കടമറ്റത്തത്രയും വീണ്ടും എടുക്കണം തോന്നിയാലും അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് വീണ്ടും മാറ്റങ്ങൾ വരുത്തി ഈ നാടകങ്ങളൊക്കെ എടുക്കാം. അപ്പൊ കാലഘട്ടങ്ങൾക്ക് അതീതമായുള്ള കഥകളായിരുന്നു കലാനിലയം എടുത്തിട്ടുള്ളത്. ഇന്ന്